ടിഷ്യൂ പേപ്പറുകളും സെല്ലോ ടേപ്പും പിന്നെ പേനയും എടുത്തിട്ടുണ്ട്. ഇതെല്ലാം വെച്ച് സിമ്പിൾ ട്രിക്കിലൂടെ ഒരു ക്രാഫ്റ്റ് വർക്ക് ചെയ്തെടുക്കാം. അപ്പം നമ്മളിവിടെ എടുത്തിട്ടുള്ള ഈ വൈറ്റ് കളർ ടിഷ്യൂ പേപ്പർ നമുക്കൊന്ന് കട്ട് ചെയ്ത് കൊടുക്കണം. ഈ മടക്കിലൂടെ നമ്മൾ അതൊന്ന് കട്ട് ചെയ്ത് കൊടുക്കുന്നുണ്ട്. നമ്മളിന്ന് ഇത് വെച്ച് പൂക്കളാണ് ചെയ്തെടുക്കുന്നത്. 2 ലെയറുകളുള്ള ഈ ഒരു പീസ് വെച്ച് എങ്ങനെയാണ് ഫ്ലവർ ചെയ്തെടുക്കുന്നതെന്ന് നോക്കാം. അപ്പോൾ നമ്മൾ എടുത്തിട്ടുണ്ടായിരുന്ന പേനയിലേക്ക് ടിഷ്യൂ പേപ്പറിന്റെ പീസ് ഇതുപോലെ ഒന്ന് വെച്ച് കൊടുക്കണം. ടിഷ്യൂ പേപ്പർ പേനയിലേക്ക് ഇതുപോലെ വെച്ച് കൊടുത്തതിന് ശേഷം ഇവിടെയായിട്ട് നമുക്ക് സെല്ലോ ടേപ്പ് ഒന്ന് ചുറ്റി കൊടുക്കാം. വളരെ സിമ്പിളായി ചെയ്തെടുക്കാവുന്ന ഒരു ഫ്ലവറാണിത്. അപ്പോൾ നമ്മുടെ ഇന്നത്തെ ഈ ഒരു ക്രാഫ്റ്റ് ഐഡിയ പറ്റുന്നവരൊക്കെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ. ഇതുപോലെ നമുക്ക് അവിടെ സെല്ലോ ടേപ്പ് ഒന്ന് ചുറ്റി കൊടുക്കാം. ഇനി നമ്മൾ ആ പേനയിൽ നിന്നും ടിഷ്യൂ പേപ്പർ എടുത്ത് മാറ്റാണ്. അതിനുശേഷം നമുക്കിതിൻ്റെ ഇവിടെയായിട്ട് കട്ട് ചെയ്ത് കൊടുക്കണം. കട്ട് ചെയ്ത് കൊടുത്തതിന് ശേഷം നമ്മളതൊന്ന് വിടർത്തി കൊടുക്കുകയാണ്. ഇതുപോലെ നമ്മളത് വിടർത്തി കൊടുത്തിട്ടുണ്ട്. ഇനി നമ്മളതിൽ വെച്ച് കൊടുത്തിട്ടുണ്ടായിരുന്ന 2 ലെയറും നമുക്ക് ഇതുപോലെ ഒന്ന് ചെയ്തു കൊടുക്കാം. വളരെ സിമ്പിൾ അല്ലേ ഈ ഒരു ഫ്ലവർ ചെയ്തെടുക്കാനായിട്ട്. ഇതുപോലെ തന്നെ നമുക്ക് പ്ലാസ്റ്റിക് കവറുകൾ വെച്ചും ചെയ്തെടുക്കാം. അപ്പോൾ ടിഷ്യൂ പേപ്പർ കയ്യിലില്ലാത്തവർ പ്ലാസ്റ്റിക് കവർ ഉണ്ടെങ്കിൽ അത് വെച്ച് ചെയ്ത് നോക്കണേ. വളരെ സിമ്പിളായി ചെയ്തെടുക്കാവുന്ന നമ്മുടെ ഈ ഒരു ക്രാഫ്റ്റ് ഐഡിയ ഷെയർ ചെയ്യാൻ പറ്റുന്നവരൊക്കെ മാക്സിമം ഷെയർ ചെയ്തൊന്ന് സപ്പോർട്ട് ചെയ്യണേ. ഇപ്പം നമ്മുടെ ഫ്ലവർ നമുക്ക് ഇതുപോലെ കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്ക് ഒരു ഫ്ലവറും കൂടെ നമ്മൾ എങ്ങനെയാണ് ചെയ്തെടുക്കുന്നതെന്ന് നോക്കാം. ആദ്യം നമ്മൾ എടുത്തുള്ള പേനയിലേക്ക് ടിഷ്യൂ പേപ്പറിന്റെ പീസുകൾ ഇതുപോലെ വെച്ച് കൊടുക്കണം. അതിനുശേഷം നമുക്കതിൻ്റെ ഇവിടെയായിട്ട് സെല്ലോ ടേപ്പ് ഒന്ന് ചുറ്റി കൊടുക്കാം. ടിഷ്യൂ പേപ്പറുകളൊക്കെ വെച്ച് പലതരത്തിലുള്ള ഒരുപാട് ക്രാഫ്റ്റ് വർക്കുകൾ നമ്മുടെ ചാനലിൽ ചെയ്തിട്ടുണ്ട്. ആദ്യമായിട്ട് നമ്മുടെ വീഡിയോ കാണുന്നവർ അതൊക്കെ ഒന്ന് പോയി കണ്ടു നോക്കണേ. ടിഷ്യൂ പേപ്പറുകൾ വെച്ച് ചെയ്തെടുത്തിട്ടുള്ള ക്രാഫ്റ്റ് വർക്കുകളുടെ പ്ലേലിസ്റ്റിന്റെ ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കാം. കൂടുതലായും നമ്മുടെ ചാനലിൽ നമ്മൾ പാഴ്വസ്തുക്കൾ വെച്ചാണ് ക്രാഫ്റ്റ് വർക്കുകൾ ചെയ്തെടുക്കാറുള്ളത്. അപ്പം ഞാൻ വീണ്ടും പറയുകയാണ്, ആദ്യമായിട്ട് വീഡിയോ കാണുന്നവർ നമ്മുടെ ചാനലിലെ മറ്റ് ക്രാഫ്റ്റ് വീഡിയോസൊക്കെ ഒന്ന് പോയി കണ്ടു നോക്കുക. വീഡിയോസൊക്കെ കണ്ടു നോക്കിയിട്ട് നിങ്ങളുടെ അഭിപ്രായങ്ങളെല്ലാം കമൻറ്റ് ബോക്സിൽ പറയണേ. ഇപ്പം നമ്മുടെ രണ്ടാമത്തെ ഫ്ലവർ നമ്മൾ ഇതുപോലെ ചെയ്തെടുത്തിട്ടുണ്ട്. ഇതുപോലെ തന്നെ വേറെ കുറച്ച് പൂക്കൾ കൂടെ നമ്മളിവിടെ ചെയ്തെടുത്തു. ഇനി നമ്മൾ എടുത്തിട്ടുണ്ടായിരുന്ന ഈ ഒരു ടിഷ്യൂ പേപ്പറിൽ നിന്നും ഒരു പീസ് കട്ട് ചെയ്തെടുത്തു. അത് നമ്മളൊന്ന് മടക്കി കൊടുക്കുകയാണ്. ഇതിൽ നിന്നും നമുക്ക് ഇലകൾ കട്ട് ചെയ്തെടുക്കണം. കട്ട് ചെയ്തെടുത്തിട്ടുണ്ടായിരുന്ന ടിഷ്യൂ പേപ്പറിന്റെ പീസ് നമ്മൾ ഇതുപോലെ മടക്കി കൊടുത്തു. ഇനി നമുക്ക് അതിൽ നിന്നും ഇലകൾ കട്ട് ചെയ്തെടുക്കാം. അപ്പൊ നമ്മുടെ ഈ ഒരു ക്രാഫ്റ്റ് വർക്കിനെ കുറിച്ചിട്ടുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങളെല്ലാം കമന്റ് ബോക്സിൽ പറയണേ. ഇതുപോലെ നമ്മൾ അതിൽ നിന്നും കുറച്ച് ഇലകൾ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമ്മൾ എടുത്തിട്ടുള്ള ഈ ഒരു ടിഷ്യൂ പേപ്പർ മടക്കി കൊടുത്ത് ആ മടക്കിലൂടെ ഒന്ന് കട്ട് ചെയ്തെടുക്കുന്നുണ്ട്. ഇത് കട്ട് ചെയ്തെടുത്തതിന് ശേഷം ആ 2 പീസുകളും ചേർത്ത് നമുക്കൊന്ന് ഒട്ടിച്ചെടുക്കണം. ഇതുപോലെയാണ് നമുക്കിനി 2 പീസുകളും ചേർത്ത് ഒട്ടിച്ചെടുക്കേണ്ടത്. ഇത് ഒട്ടിച്ചെടുത്തതിന് ശേഷം ഈ ഒരു പീസ് നമുക്ക് റോൾ ചെയ്തെടുക്കാനുള്ളതാണ്. ഇത് കുറച്ച് നീളത്തിൽ കിട്ടാൻ വേണ്ടിയിട്ടാണ് നമ്മൾ 2 പീസുകൾ ചേർത്തൊന്ന് ഒട്ടിച്ചെടുത്തിട്ടുള്ളത്. നമ്മൾ ചെയ്തു വെച്ചിട്ടുള്ള പൂക്കളും ഇലകളും എല്ലാം നമുക്കിനി ഇതിലേക്കാണ് ഒട്ടിച്ചെടുക്കേണ്ടത്. അപ്പോൾ നിങ്ങളുടെ ഫാമിലിയിൽ ക്രാഫ്റ്റ് ഒക്കെ ഇഷ്ടപ്പെടുന്നവർക്ക് വേണ്ടിയിട്ടൊക്കെ നമ്മുടെ ഇന്നത്തെ ഈ ഒരു ക്രാഫ്റ്റ് ഐഡിയ ഷെയർ ചെയ്ത് കൊടുക്കാൻ ആരും മറന്നു പോകരുതേ. ഇനി നമ്മൾ റോൾ ചെയ്തെടുത്തിട്ടുള്ള ഇതിനകത്തേക്ക് നമ്മളൊരു ഈർക്കളി ഇട്ട് കൊടുക്കുന്നുണ്ട്. നമ്മൾ ചെയ്തു വെച്ചിട്ടുണ്ടായിരുന്ന പൂക്കളും ഇലകളും എല്ലാം നമുക്കിനി ഇതിലേക്ക് ഒട്ടിച്ചു കൊടുക്കാം. ആദ്യത്തെ ഫ്ലവർ നമ്മൾ ഇവിടെ ആയിട്ട് ഒട്ടിച്ചു കൊടുക്കുകയാണ്. ഇതുപോലെയാണ് നമ്മൾ ഫ്ലവർ അതിലേക്ക് ഒട്ടിച്ചെടുത്തിട്ടുള്ളത്. ഇനി നമുക്കിതിലേക്ക് ഒരു ഇല ഒട്ടിച്ചെടുക്കണം. അപ്പം നമ്മൾ ഇല കത്രിക വെച്ച് ഇതുപോലെ ഒന്ന് ചെയ്തു കൊടുക്കുന്നുണ്ട്. ഫ്ലവർ ഒട്ടിച്ചു കൊടുത്തതിന് മുകളിലായിട്ട് നമുക്കിനി ഇതുപോലെ ഇല ഒട്ടിച്ചു കൊടുക്കാം. ഇതുപോലെ നമ്മൾ അതിലേക്ക് ഇലയും ഒട്ടിച്ചെടുത്തു. ഇനി നമുക്ക് അടുത്ത ഫ്ലവർ ഇവിടെ ആയിട്ട് ഒട്ടിച്ചു കൊടുക്കാം.
നമ്മുടെ രണ്ടാമത്തെ ഫ്ലവർ ഒട്ടിച്ചെടുത്തതിന് ശേഷവും നമ്മൾ ഒരു ഇല ഒട്ടിച്ചെടുക്കുന്നുണ്ട്. ഈ ഒരു രീതിയിലാണ് നമ്മൾ ചെയ്തു വെച്ചിട്ടുള്ള എല്ലാ പൂക്കളും ഇലകളും നമുക്ക് ഇതിലേക്ക് ഒട്ടിച്ചെടുക്കേണ്ടത്. അപ്പോൾ നമ്മുടെ ചാനലിൽ ടിഷ്യൂ പേപ്പറുകൾ വെച്ച് ചെയ്തെടുത്തിട്ടുള്ള ക്രാഫ്റ്റ് വർക്കുകളുടെ പ്ലേലിസ്റ്റിന്റെ ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ട്. കാണാൻ ഇഷ്ടമുള്ളവരെല്ലാവരും ഒന്ന് പോയി കണ്ടു നോക്കണേ. പ്ലാസ്റ്റിക്കിന്റെ അരിച്ചാക്കുകളൊക്കെ വെച്ച് ഒരുപാട് ക്രാഫ്റ്റ് വർക്കുകളൊക്കെ നമ്മുടെ ചാനലിൽ ചെയ്തെടുത്തിട്ടുണ്ട്. ആ ഒരു ക്രാഫ്റ്റ് വർക്കുകളുടെ പ്ലേലിസ്റ്റിന്റെ ലിങ്കും ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കാം. പ്ലാസ്റ്റിക്കിന്റെ അരിച്ചാക്ക് വെച്ച് നമ്മൾ ആമ്പൽപ്പൂക്കളൊക്കെ ചെയ്തെടുത്തിട്ടുണ്ടായിരുന്നു. ആ ഒരു വീഡിയോ നിങ്ങൾ കണ്ടിരുന്നോ? അപ്പോൾ ആ വീഡിയോ ഒന്നും കാണാത്തവർ തീർച്ചയായിട്ടും ഒന്ന് പോയി കണ്ടു നോക്കണേ. വളരെ എളുപ്പത്തിൽ ചെയ്തെടുക്കാൻ പറ്റുന്ന നമ്മുടെ ഇന്നത്തെ ഈ ഒരു ക്രാഫ്റ്റ് വർക്ക് പറ്റുന്നവരൊക്കെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ. അപ്പോൾ നമ്മൾ പൂക്കളെല്ലാം ഒട്ടിച്ചെടുത്ത് തീരാറായിട്ടുണ്ട്. ഒരു ഫ്ലവറും കൂടെ നമുക്കിനി ഇതിലേക്ക് ഒട്ടിച്ചെടുക്കാനുണ്ട്. ഇപ്പം നമ്മൾ ചെയ്തു വെച്ചിട്ടുണ്ടായിരുന്ന എല്ലാ പൂക്കളും അതിലേക്ക് ഒട്ടിച്ചെടുത്തു. ബാക്കിയുള്ള ഇലകൾ നമുക്കിനി ഇതിൻ്റെ താഴെ ഒട്ടിച്ചു കൊടുക്കാം. വളരെ സിമ്പിൾ അല്ലേ നമ്മുടെ ഈ ഒരു ഫ്ലവർ ചെയ്തെടുക്കാനായിട്ട്? അപ്പോൾ നമ്മൾ ടിഷ്യൂ പേപ്പറുകൾ മാത്രം വെച്ച് ചെയ്തെടുത്തിട്ടുള്ള ക്രാഫ്റ്റ് വർക്ക് ഇതുപോലെയാണ് നമുക്ക് കിട്ടിയിട്ടുള്ളത്. ഇതുപോലെ തന്നെ വേറെ 2 എണ്ണം കൂടെ നമ്മളിവിടെ ചെയ്തെടുത്തിട്ടുണ്ട്. അപ്പോൾ എങ്ങനെയുണ്ട് നമ്മുടെ ഈ പൂക്കൾ കാണാനായിട്ട്? നിങ്ങൾക്ക് ഇഷ്ടമായോ? അപ്പോൾ നമ്മുടെ ക്രാഫ്റ്റ് വർക്കിനെ കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങളെല്ലാം കമൻറ്റ് ബോക്സിൽ പറയണേ. നമ്മുടെ വീഡിയോ ആദ്യമായിട്ട് കാണുന്നവർ നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ മറന്നു പോകരുതേ. ഈ ഒരു ക്രാഫ്റ്റ് വർക്ക് നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ഒരു ലൈക്ക് തരിക. ഉടൻ തന്നെ ഇതിലും അടിപൊളിയായിട്ടുള്ള മറ്റൊരു വീഡിയോയുമായി വരാം. ബൈ.